മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ചിരിച്ചു തുടങ്ങുകയാണ് നമ്മുടെ കുട്ടികൾ, നന്നായി ചിരിച്ചു തുടങ്ങുകയാണ്. എന്താണ് ക്യാമ്പിലെ കളികൾ, എന്താണ് ക്യാമ്പിലെ വിശേഷങ്ങൾ, എന്താണ്, എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ചിരിക്കുന്നത്, അവരെ ചിരിപ്പിക്കുന്നത്? തുടങ്ങിയിട്ടല്ലോ, പക്ഷേ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ പിള്ളേർ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അവർ ആ സങ്കടങ്ങളൊക്കെ മറന്ന് സ്വസ്ഥമായിട്ട് അടിച്ചു പൊളിച്ചു. അത് ആ വാക്കേ പറയുള്ളൂ, അടിച്ചു പൊളിച്ചു. അങ്ങനെ കഴിഞ്ഞാൽ പിള്ളേർ ഇതപ്പോൾ ഒന്ന് ക്ഷീണിച്ചപ്പോൾ അവരെ വീണ്ടും ക്ലാസ് മുറിയിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക്, താൽക്കാലികമായി വീടുകളായിട്ടുള്ള മുറികളിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ആദ്യത്തെ വന്നിട്ട് അവർ തന്നെ വരുന്നു, മിമിക്രി കാണിക്കുന്നു, പാട്ട് പാടുന്നു. അങ്ങനെ ഗംഭീരമായിട്ട് പിള്ളേർ ചെയ്തു. മലപ്പുറത്തുനിന്ന് വന്ന 12 കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകിയത്. കൂടാണ്ട് ഇതപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ വിജയകുമാർ ടീച്ചറുണ്ട്. ആ അംഗൻവാടി ടീച്ചറാണ് അല്ലേ. ഇതിനെപ്പറ്റി ക്ലാസ്സൊക്കെ സോഷ്യൽ വർക്ക് ഡിഫൻസിന്റെ കോട്ടൊക്കെ ഊരി വെച്ചതാ, വെറുതെ ഉഷാറായിട്ട് നിൽക്കുകയാണ്. അതെ അതെ, ഇന്നലെ വരെ സിവിൽ ഡിഫൻസിന്റെ യൂണിഫോം ആയിരുന്നു, ഇന്ന് അംഗൻവാടി ടീച്ചറിന്റെ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ അതിനിടയിൽ ഒരു കാര്യം പറയണം. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഈ നിൽക്കുന്ന വിജയകുമാർ ടീച്ചർക്ക് പറയാനൊരു പ്രത്യേക കാര്യമുണ്ട് ഇല്ലേ. ഇവിടെ നമ്മൾ ഈ ദുരന്തത്തിൻ്റെ മേഖലയിൽ ചെന്നപ്പോൾ നമ്മൾ ആദ്യം കണ്ട് സങ്കടപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെ പെട്ടെന്ന് മാറിപ്പോകുന്ന അവസ്ഥയിൽ അതിനിടയിൽ സധൈര്യം കടന്നു ചെന്ന് ഞാനുണ്ട്, നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി ഉണ്ട്, ഈ പരിപാടിയിൽ നിന്ന് ഞങ്ങളാരും മാറി നിൽക്കില്ല എന്ന് പറഞ്ഞ ഒപ്പം നിന്ന് ആദ്യം ഓരോരുത്തരെയും കണ്ടെത്തി തിരിച്ചറിയാൻ ആദ്യം നിന്ന് ആളാണ് വിജയകുമാർ ടീച്ചർ. അതെ, വനിതയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒരു ലേഡിയായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 5 മണിയാകുമ്പോൾ അവിടെ എത്തി. വേണ്ടുന്ന കാര്യങ്ങൾ ബോഡി വരുമ്പോൾ താങ്ങി പിടിച്ച് കൊടുക്കാനും ചെയ്തു കൊടുക്കാനൊക്കെ ഞാൻ നിന്നു. പിന്നെ അവർ തെരച്ചിൽ നടത്തുന്നിടത്ത് പോയി ആ തെരച്ചിൽ നടത്താനും ഒക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും പിന്നാക്കല്ല, മുന്നിലേക്ക് മുന്നോട്ട് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അട്ടമല മുണ്ടക്കൈയാവുന്നത്. അന്ന് റോഡില്ലായിരുന്നല്ലോ ആദ്യത്തെ ദിവസം. ഇപ്പോൾ റോഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മിനിഞ്ഞാന്ന് അട്ടമലയിൽ എനിക്ക് ഡ്യൂട്ടി ഇട്ടിരുന്നത്. അവിടെ മുഴുവനും വർക്ക് ചെയ്യാൻ കഴിഞ്ഞു, മുണ്ടക്കൈയും കഴിഞ്ഞു. പക്ഷേ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വാർഡ് 9, 10, 11, 12 വാർഡിലെ ആളുകൾ മുഴുവനും എനിക്കറിയാവുന്ന തന്നെയുള്ളതാണ്. കാരണം DLSL എല്ലാം അറിയാം, മുണ്ടക്കൈയും ഒക്കെ എല്ലാവരും എനിക്ക് അറിയുന്നുണ്ടെന്ന് വെച്ചാൽ DLSL വർക്ക് ചെയ്യുന്നുണ്ട്. നിയമസഹായം സൗജന്യ ജില്ലാ ലീഗൽ സർവീസിൻ്റെ PLV ആയിരുന്നു ഞാൻ. അപ്പോൾ നിയമസഹായം സൗജന്യമായി കൊടുക്കുന്നു എന്നൊരു കാരണം പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു, അവരുടെ വീടുകളിലെല്ലാം നോട്ടീസ് എത്തിച്ച് അവയർനെസ് കൊടുക്കാൻ കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഇപ്പോൾ അവിടെ പോയപ്പോഴും ആദ്യത്തെ ദിവസം ജനങ്ങൾ ടീച്ചറെ എന്ന് വിളിച്ച് എൻ്റെ ഒപ്പം കൂടിയെന്നല്ലാതെ എനിക്കവരെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. കാരണം അങ്ങനെയാണ് അവർക്ക് തന്നെ അറിയാം. പക്ഷേ ഞാൻ അന്ന് പോയി കണ്ട വീടോ സ്ഥലമോ ഒന്നും അവിടെ ഇല്ല. ആ ഭൂമി തന്നെ മാറി പ്രകൃതിയുടെ വലിയൊരു ദുരന്തം കാണാൻ എനിക്ക് കഴിയും. നമ്മളൊക്കെ കണ്ട മനോഹരമായ സ്ഥലമല്ല, എന്നാലും നമ്മൾ പുതിയ മനോഹരമായ ഭൂമി നമ്മളുണ്ടാക്കും. അതുണ്ടാക്കും, അത് വേണം. അവരെ കൂടെ നിൽക്കാൻ ഞാൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അവിടെ ഉള്ള പല ആൾക്കാരെയാണ്, ആ കുട്ടികളെയാണ് അന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് ക്ലാസ്സിലേക്ക് ഇറക്കി ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി അവർക്ക് ഒരുപാട് കളിക്കാൻ സ്ഥലം കൊടുത്തത്. അതെ അതെ അതെ, അവരവരൊപ്പം കൂടി കളിക്കാൻ കഴിഞ്ഞ് അവരെ ഒന്ന് മാനസികമായിട്ട് മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ നോക്കുന്നത്. ടീച്ചറെ ഈ മുറി പോയിട്ട് പിള്ളേരെ വിളിച്ചിട്ട് വന്നപ്പോൾ പിള്ളേർ ഹാപ്പിയായി, അവരുടെ വീട്ടുകാർ ഹാപ്പിയായി, കുടുംബങ്ങളും ഹാപ്പിയായി. അവരെന്താ പറഞ്ഞു? അവർക്കതൊരു സന്തോഷമാണ്. കുട്ടികളെല്ലാം മൊബൈലിൽ കളിച്ചാൽ വീടിനെ തന്നെ ഒതുങ്ങിക്കൂടാ, ആരോടും സംസാരിക്കാനില്ല. അപ്പോൾ ഇത് അവർക്കൊരു മാറ്റങ്ങളാണ്. ഇതിൽ നിന്ന് മാറ്റം അവർ ആ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. മൊത്തം എല്ലാവരും കൂടി നിൽക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളില്ലെങ്കിലും നാളെ അവർ ഇത്തിരി സ്ഥലം കിട്ടി അവർ കളിക്കും. കണ്ടില്ലേ നിങ്ങൾ ആ മിംസ് കളിച്ച കുട്ടീനെ കണ്ടില്ലേ? അവരൊക്കെ സ്മാർട്ട്, എല്ലാ കഴിവുള്ള പിള്ളേരാണ്. അവരെ നമ്മൾ എന്തായാലും മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. അതിനിടയിൽ ജംഷന് താമരശ്ശേരി എന്ന് വന്നതാണ് അല്ലേ, കൗൺസിലറാണ് അല്ലേ. കൗൺസിലറായിട്ട് ഇവിടെ കുട്ടികൾക്കും ക്യാമ്പിലൊക്കെ പോയിട്ട് ഓരോരുത്തർക്കും അവരുടെ ഒരു കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട് വന്നിട്ട്. അവരുടെ ഒരു ട്രോമ എന്തൊക്കെയാ അവർ പറഞ്ഞേ? അവർ ഇപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. അപ്പം നമ്മൾ ഇത്തരം കളികളിലൂടെ അവരെ നല്ല തിരിച്ച് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്കറിയാം അവരുടെ ഷോക്ക് എന്തൊക്കെയായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ കണ്ടാണ്. എന്നാലും ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ജംഷീനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണ്? അവർ കുടുംബമായിട്ട് നിൽക്കുമ്പോഴും അവർക്ക് സ്ഥലം പോയവരുണ്ട്, ജോലി പോയവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ജംഷീനോട് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടോ?
എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളും കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. കാരണം ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് തീർച്ചയായിട്ടും അവരാകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ തിരിച്ച് കൊണ്ടുവരാൻ നന്നായിട്ട് തന്നെ അവരോട് സംസാരിച്ച് അവിടെ കൂടെ ഇരിക്കണം. അപ്പോൾ അവർ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ മാത്രം പോസിറ്റീവിലേക്ക് വരും. നമ്മൾ മാറുമ്പോൾ വീണ്ടും അവർ ആ ഒരു ഓർമ്മയിലേക്ക് പോകും. അവർ പറയാണ് ആ ഒരു ശബ്ദം ഇപ്പോഴും ഞങ്ങളുടെ ചെവിയിൽ വരുന്നുണ്ട്. നമ്മൾ മുകളിൽ രക്ഷപ്പെട്ട് കയറി ഇരിക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ കൂടെപ്പിറപ്പുകൾ പോകുന്ന ആ ഒരു രംഗം അതാണ് ഞങ്ങളുടെ കണ്ണിലേക്ക് വരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ കണ്ട് മുഴുവനായിട്ട് അവരുടെ സങ്കടങ്ങൾ മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും ബസ്സിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ബസ് കയറിയ സമയത്ത് തന്നെ ശ്രദ്ധിച്ചു, ആകെ ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെ അമ്മയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അമ്മ നന്നായിട്ട് കരയുകയാണ്. അപ്പോൾ അമ്മ അവരുടെ മകളുടെ വീട്ടിൽ ഇന്നലെ നന്നായിട്ട് ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരും ഭയങ്കര സങ്കടം തന്നെയാണ് പറയുന്നത്, കരച്ചിലാണ്. ഇപ്പോഴും അവരൊന്നും അതിൽ നിന്ന് തിരിച്ച് റിക്കവറായി വന്നിട്ടില്ല. അങ്ങനെ ഇനി വേണം നമുക്ക് ഓരോന്നായി പറഞ്ഞു കൊടുത്ത് ഇവരൊക്കെ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അത് തീർച്ചയായിട്ടും അത് സംഭവിക്കും. എത്രയും പെട്ടെന്ന് തന്നെ അവർ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ, ഞാൻ ഇന്നാണ് വന്നത്, അപ്പോൾ ഞാൻ ഭയങ്കര ഈ സങ്കടത്തിലേക്ക് വരുമ്പോഴും ഇവിടെ ഞാൻ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ആളുകൾ